ഹലോ, സീമെഡിടെക് ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലോട്ടിംഗ് ടെക്നിക്ക് എന്താണെന്ന് നോക്കിയാലോ. എന്താണ് ബ്ലോട്ടിംഗ് ടെക്നിക്? നമുക്ക് ബയോളജിക്കൽ മാക്രോമോളിക്യൂൾസ് ആയിട്ടുള്ള DNA, RNA, പ്രോട്ടീൻസ് തുടങ്ങിയവയെ ഡിറ്റക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ടെക്നിക്സിനാണ് നമ്മൾ ബ്ലോട്ടിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. ബ്ലോട്ടിംഗ് ടെക്നിക് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ആൻഡ് അനലൈസ് 3 ടൈപ്സ് ഓഫ് ബയോളജിക്കൽ മാക്രോമോളിക്യൂൾസ്. ഏതൊക്കെയാണ്? DNA, RNA, പ്രോട്ടീൻ. ഇവർ നമുക്ക് ചുമ്മാ ഒരു രസത്തിന് ഒരു കളിപ്പേരുണ്ടാക്കിയാലോ. DNA-ക്ക് നമുക്ക് ദോശ എന്ന് പറയാം, RNA-നെ നമുക്ക് റൊട്ടി എന്ന് പറയാം, പ്രോട്ടീന് നമുക്ക് എന്തെന്ന് പറയാം? പിസ്സ എന്ന് പറയാം. ഇനി നമുക്ക് ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ബ്ലോട്ടിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലേ. ഏതൊക്കെ ടൈപ്പാണ്? 3 ടൈപ്സ് ബ്ലോട്ടിംഗ് ടെക്നിക്സ് ഉണ്ട്. സൗത്തേൺ ബ്ലോട്ടിംഗ് ടെക്നിക്, നോർത്തേൺ ബ്ലോട്ടിംഗ് ടെക്നിക്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ടെക്നിക്. അതിനകത്ത് സൗത്തേൺ ബ്ലോട്ടിംഗ് ടെക്നിക് DNA-നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നോർത്തേൺ ബ്ലോട്ടിംഗ് ടെക്നിക് RNA-നെ ഡിറ്റക്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നു. അപ്പോൾ വെസ്റ്റേൺ ആണെങ്കിലോ പ്രോട്ടീനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പല MCQസിലും ഇത് എടുത്തെടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വെസ്റ്റേൺ ഏതിന് യൂസ് ചെയ്യുന്നു, നോർത്തേൺ ഏതിന് യൂസ് ചെയ്യുന്നു, സൗത്തേൺ ഏതിന് യൂസ് ചെയ്യുന്നു. ഇന്ന് നിങ്ങൾക്ക് ഇത് മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടി ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. സൗത്തേൺ എന്തിനെയാണ്? DNA-നെ ആണെന്നറിയാം. സൗത്ത് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള ഫുഡാണ് ദോശ. അപ്പോൾ നമുക്ക് DNA-ക്ക് ദോശ എന്ന് പേരിട്ടാൽ തെറ്റില്ലല്ലോ. സൗത്തേൺ ദോശ അല്ലെ. സൗത്തേണിന് അപ്പോൾ ഏതാണ്? DNA. നോർത്തേണിൽ റൊട്ടിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നോർത്തേൺ റൊട്ടി, R ഫോർ റൊട്ടി, R ഫോർ RNA. നോർത്തേൺ RNA-നെയാണ്. അപ്പോൾ നമ്മൾ വെസ്റ്റേണിന് പ്രോട്ടീനിന് പിസ്സ എന്ന് പേര് കൊടുത്തായിരുന്നു അല്ലേ. പിസ്സ. അപ്പോൾ വെസ്റ്റേൺ സ്റ്റൈലിൽ എന്താണ് ഫുഡ്? പിസ്സയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീൻ അനാലിസിസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 3 ടെക്നിക്കും ഇനി മറക്കില്ലല്ലോ. എല്ലാവരും ഇതൊന്ന് ഓർത്തിരിക്കണം. സൗത്തേൺ ഫോർ DNA, നോർത്തേൺ ഫോർ RNA, വെസ്റ്റേൺ ഫോർ പ്രോട്ടീൻ. ഇത് 3 മറക്കാതെ ഓർത്തിരിക്കുക. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.